ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ബാംഗ്ലൂർ വന്നപ്പോൾ തൊട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ബഫേ കഴിക്കാൻ പോകണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് ആ ആഗ്രഹം സാധിക്കാമെന്ന് വെച്ചു. ഏട്ടൻ്റെ ഓഫീസിൽ നിന്ന് ഏട്ടൻ എപ്പോഴും പോവാറുള്ള അബ്സല്യൂട്ട് ബാർബിക്യൂ എന്ന റെസ്റ്റോറൻ്റാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. അൺലിമിറ്റഡ് ബഫേ ആയതുകൊണ്ട് ഞങ്ങൾ എൻ്റെ അനിയനെയും കൂടെ കൂട്ടി. അവനും ഇവിടെ ബാംഗ്ലൂർ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഫുഡ് ഒത്തിരി കഴിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. ഞങ്ങൾ എത്തി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവൻ എത്തിയത്. ടേബിൾ ടോപ്പ് ഗ്രില്ലാണ് അബ്സല്യൂട്ട് ബാർബിക്യൂലെ മെയിൻ മെനു. രാവിലെ ഹെവി ആയി കഴിക്കാതെ ലഞ്ച് നന്നായി കഴിക്കാമെന്ന് വിചാരിച്ചാണ് പോയത്. ഓരോ ടേബിളിലും സെപ്പറേറ്റ് ചാർക്കോൾ കനലുകൾ വെച്ചിട്ടുള്ള ഗ്രില്ലാണ് ഉള്ളത്. ഒന്ന് സാധാരണ ബാർബിക്യൂവും രണ്ടാമത്തേത് ലാവാ സ്റ്റോണുമാണ്. ഞങ്ങൾ നോൺ വെജ് ബഫയാണ് സെലക്ട് ചെയ്തത്. സാധാ ബാർബിക്യൂ മെനുവിൽ ചിക്കൻ, ഫിഷ്, പ്രോൺസും ആയിരുന്നു. ലാവാ സ്റ്റോൺ മെനുവിൽ മട്ടൻ, ചിക്കൻ, ഫിഷും ആയിരുന്നു. ആദ്യം തന്നെ അവർ കുറച്ച് വെജ് ബാർബിക്യൂ ആണ് വെച്ചത്. അതിൽ മഷ്റൂം, പനീർ, വാട്ടർമെലൺ ആണ് ഉണ്ടായിരുന്നത്. ലഞ്ചിനാണ് പോകുന്നതെങ്കിൽ കോംപ്ലിമെൻ്ററി ജ്യൂസ് ഉണ്ടാവും. ഞങ്ങൾ ഓറഞ്ച് ജ്യൂസാണ് സെലക്ട് ചെയ്തത്. ബാർബിക്യൂ അല്ലാതെ സ്റ്റാർട്ടേഴ്സും സെർവ് ചെയ്യും. എൻ്റെയും ദേവുവിൻ്റെയും ഫേവറേറ്റായ ക്രിസ്പി കോണാണ് ഞങ്ങൾക്ക് ആദ്യം കിട്ടിയത്. അതിനുശേഷം വന്ന അമേരിക്കൻ ചീസി പൊട്ടറ്റോ ഏട്ടൻ മാത്രമാണ് വാങ്ങിയത്. ഞങ്ങൾ ഓരോന്നും ടേസ്റ്റ് ചെയ്തു. എല്ലാം വളരെ നന്നായിരുന്നു. കേരളത്തിലെ സീ ഫിഷ് കഴിച്ച് വളർന്ന എനിക്ക് ഈ ഒരു ഫിഷിൻ്റെ ടേസ്റ്റ് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല. ഇന്ന് ദേവു നല്ല ആക്റ്റീവ് ആയതുകൊണ്ട് അവൾ ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട്. കോംപ്ലിമെൻ്ററി ജ്യൂസിൻ്റെ കൂടെ ദേവുവിന് ഫ്രഞ്ച് ഫ്രൈസും ഫ്രീ ആയി കിട്ടി. ഇതുപോലെ പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്നത് ദേവുവിനൊരു ശീലമായിട്ടുണ്ട്. ഗ്രില്ലിലെ ഐറ്റംസ് തീരുന്നതിനനുസരിച്ച് അവർ ഇടയ്ക്ക് റീഫിൽ ചെയ്യുന്നുണ്ടായിരുന്നു. സെർവ് ചെയ്യുന്ന ഫുഡിൻ്റെ ഫീഡ്ബാക്ക് എടുക്കാൻ അവർ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്നു. മറ്റൊരു സ്റ്റാർട്ടറായ ചിക്കൻ വിങ്സ് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഉപ്പ് കുറവാണെന്ന് തോന്നി. ഈ ഫീഡ്ബാക്ക് കൊടുത്തപ്പോൾ ഉടനെ തന്നെ അല്പം കൂടെ ഉപ്പ് ആഡ് ചെയ്ത് ഞങ്ങൾക്ക് തന്നു. സ്റ്റാർട്ടറും ഗ്രില്ലും ഒക്കെ കഴിച്ച് ഒരുവിധമായപ്പോൾ ഇവരുടെ തന്നെ മറ്റൊരു സ്പെഷ്യാലിറ്റിയായ ഫിഷ് ഗ്രിൽ കൗണ്ടറിലേക്ക് പോയി. അവിടെ ഒത്തിരി ഐറ്റംസ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് അതെല്ലാം ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്തിട്ട് ടേബിളിൽ കൊണ്ടുതരും. കാട, താറാവ്, മുയൽ, പിന്നെ ചെറിയ നീരാളിയുമാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. ഇതും അൺലിമിറ്റഡ് ആണ് കേട്ടോ. ഇത് ഓർഡർ ചെയ്തതിനു ശേഷം വേറെയുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്നൊന്ന് ഓടിച്ചു നോക്കി. പാനിപുരി, വ്യത്യസ്ത തരം പാസ്ത, ചിക്കൻ ആൻഡ് മട്ടൺ ദം ബിരിയാണി, പലതരം സാലഡുകളെല്ലാം ഉണ്ട്. മെയിൻ കോഴ്സിൻ്റെ കൂടെ കഴിക്കാനുള്ള കറികളാണ് പിന്നീടുള്ളത്. മട്ടൻ കറി, ബട്ടർ ചിക്കൻ, എഗ്ഗ് കറി, പിന്നെ ഫിഷ് കറിയുമാണ് ഉണ്ടായിരുന്നത്. കൂടാതെ ചിക്കൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ട്. പിന്നീട് ഞങ്ങൾ കണ്ടത് ഡെസേർട്ടുകളുടെ ഒരു കലവറയാണ്. കേക്കുകൾ, പുഡിങ്, ജിലേബി, ബ്രൗണി, ഗുലാബ് ജാമുൻ, ഹൽവ, ഐസ്ക്രീം, ചോക്ലേറ്റ്, കൂടാതെ പേരറിയാത്ത വേറെയും സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. ചോക്ലേറ്റ് കണ്ടപ്പോൾ ദേവുവിൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. അതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് ലോലിപോപ്പ് ദേവു ഒരു 4-5 അകത്താക്കി. അപ്പോഴേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ടേബിളിലെത്തി. കൂടാതെ ഗ്രിൽസ് ഐറ്റം റീഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പതുക്കെ മെയിൻ കോഴ്സിലേക്ക് ചാടി. ദേവു കാര്യമായി ഫുഡ് കഴിക്കാത്തതുകൊണ്ട് അവൾക്ക് വേണ്ട ഫ്രൈഡ് റൈസും മട്ടൻ കറിയും എടുത്താണ് തുടങ്ങിയത്. സ്റ്റാർട്ടേഴ്സ് നല്ലോണം കഴിച്ചതുകൊണ്ട് ഞാൻ നേരെ ഡെസേർട്ടിലേക്കാണ് കിടന്നത്. മാംഗോ മൂസും ഷാഹി തുക്കുടയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ പ്ലേറ്റിൽ എടുത്തു വെച്ച കേക്കും ഗുലാബ് ജാമുനും കഴിച്ചു. ആ സമയം ഏട്ടൻ ഗാർലിക് നാനും ചില്ലി ചിക്കനും മട്ടൻ കറിയാണ് എടുത്തത്. മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും കഴിച്ചുകൊണ്ട് ഇന്നത്തെ കലാപരിപാടി അവസാനിപ്പിച്ചു. അപ്പോഴേക്കും പാമ്പ് ഇര വിഴുങ്ങിയ അവസ്ഥയിലെത്തി ഞാൻ. ഇനിയൊരു നീണ്ട റെസ്റ്റ് തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.